ഒരു ഫേവറേറ്റ് പേഴ്സണെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്ര ഇവിടെ തുടങ്ങുകയാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ബ്യൂട്ടിഫുൾ വ്ലോഗ്. ഈ നിറഞ്ഞു നിൽക്കുന്നതാണ് ആ ബ്യൂട്ടിഫുൾ പേഴ്സൺ, മേമാസ് പപ്പി ഡോൾ. സോ ഇത് ഭയങ്കര ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു പേരായിട്ട് നിങ്ങൾക്ക് തോന്നും. പപ്പി ഈസ് പ്രണവ്. പ്രണവ് ഈസ് മൈ നെഫ്യൂ. എൻ്റെ ചേച്ചിയുടെ മോനാണ്. ഞാനൊരു 4 പഠിക്കുമ്പോഴാണ് പപ്പി ആക്ച്വലി ജനിക്കുന്നത്. സോ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരു മേമയായ വ്യക്തിയാണ് ഞാൻ. സോ പപ്പി വീട്ടിൽ വരുന്നതിൻ്റെ പ്രിപ്പറേഷൻസ് ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഡിന്നർ, അവൻ കഴിക്കുന്ന മൊമെൻറ്റ് ഞാനൊന്ന് ഇപ്പോൾ റീലിവ് ചെയ്യായിരുന്നു. അവന് വേണ്ടിയിട്ട് നമ്മൾ നല്ല നെയ്ച്ചോറും ചിക്കനും പാലട പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ നമ്മൾ നെതർലാൻഡ്സിൻ്റെ കുറച്ചും കൂടെ ഗ്രാമപ്രദേശമായിട്ടുള്ളൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ദിസ് പ്ലേസ് ഇസ് കോൾഡ് പെർമറൻറ്റ്. അപ്പോൾ എൻ്റെ നാട്ടിലെ ചെറുതുരുത്തിയിൽ പുതുശ്ശേരിയാണ്. അപ്പോൾ നെതർലാൻഡ്സിലെ പുതുശ്ശേരിയാണിതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ഈ ലൊക്കാലിറ്റിയും ചുറ്റോറും എൻ്റെ ഇവിടുത്തെ ജീവിതവും റുട്ടീനും എൻ്റെ നെയ്ബേഴ്സിനെ പറ്റിയിട്ടും ഞാൻ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള എൻ്റെ കുറേ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ആൻഡ് ഇറ്റ് വാസ് സോ നൈസ് ടു വാക്ക് വിത്ത് ഹിം. ഒരുവിധെല്ലാം 90s ചേച്ചിമാർക്കും മേമമാർക്കും, ചേച്ചിമാരല്ലേ, മേമമാർക്കും അമ്മായിമാർക്കൊക്കെ പറയാനുണ്ടാവുന്ന സെയിം ഡയലോഗാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ എടുത്തു നടന്ന പയ്യന ഇപ്പോൾ എന്നെ എടുക്കാനും പോലെ വളർന്നു. ഐ ഷോ യു പിക്ചർ. ഞാൻ പണ്ട് കുറേ എടുത്തു നടന്നു എന്ന് പറഞ്ഞപ്പോൾ പപ്പി എന്നെ എടുക്കുന്നതാണ് ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത്. സോ ഫണി ആയിരുന്നു. ഇറ്റ് വാസ് സോ ഫണി. പൊതുവേ എൻ്റെ പരിചയക്കാരോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലാർക്കും ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനറിയില്ല, ഞാൻ ഒഴികെ കേട്ടോ. സോ പപ്പീനെ കൊണ്ട് ഞാൻ കുറേ പറ്റാവുന്ന അത്രയും കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു. അവൻ ഇങ്ങനെ സ്ട്രെസ്ഡായിട്ട് നടക്കുന്ന മൊമെൻ്റാണ് ഇതൊക്കെ. ബട്ട് കുറച്ച് ഇങ്ങനത്തെ മൊമെൻറ്റ്സ് എപ്പോഴും വീഡിയോസിൽ നിലനിൽക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് പറ്റുന്നത്രയും മുതലെടുത്തു. ആൻഡ് അബൌട്ട് ദിസ് പ്ലേസ്, ഇത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ഇത്. ആംസ്റ്റർഡാമിൽ നിന്ന് വീണ്ടും ഒരു 20-25 മിനിറ്റ്സ് ഉള്ളിലേക്കുള്ള ഒരു കുറച്ചും കൂടെ ഒരു സൈലൻറ്റ് പാർട്ട് ഓഫ് ദ നെതർലാൻഡ്സ് ആണ്. വെരി കാമാണ്, ക്വയറ്റാണ് ഇവിടെ. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ സൈലൻസ്, ബട്ട് നൗ ഐ ഹാവ് ഫോളോൺ ഫോർ ദിസ്. ഇനി കാണാൻ പോകുന്നത് ഒരു സിമ്പിൾ ഐറ്റിനറിയാണ്. ആര് വന്നാലും നടക്കുന്നത്. നമ്മളൊരു ആംസ്റ്റർഡാം ക്രൂയിസ് ബോട്ട് ട്രിപ്പ് എടുക്കും. സോ നമുക്ക് ഈ ക്രൂയിസിലിരുന്നുകൊണ്ട് തന്നെ മൊത്തം ആംസ്റ്റർഡാമിൻ്റെ എല്ലാ കോർണേഴ്സും മൊത്തം ഒരു ഹിസ്റ്റോറിക്കൽ ഗൈഡഡ് ട്രിപ്പ് കിട്ടും. എല്ലാ വിവരങ്ങളും അറിയുകയും ചെയ്യാം. ആൻഡ് വി ക്യാൻ ഹാവ് എ ഫൈൻ ടൈം ഇൻസൈഡ് ദ ബോട്ട് ആസ് വെൽ. ഇങ്ങനൊരു കഥാപാത്രം ഉണ്ടായിരുന്നു കൂടെ, മൈ ഹസ്ബൻഡ്. തരാ! ഈ ഷെങ്കൻ വിസയുടെയും ഈ യൂറോപ്യൻ ലൈഫിൻ്റെ ഏറ്റവും ഒരു പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണു തുറന്ന വേറൊരു രാജ്യത്തിൽ എണീക്കാൻ പറ്റും. സോ നൗ വി ആർ ഇൻ ബെൽജിയം. സോ ഞങ്ങൾ അന്ന് രാത്രി അങ്ങനെ നേരെ വണ്ടി എടുത്ത് നേരെ ബെൽജിയം വന്നു. ഇന്നൊരു ബെൽജിയം ഡേ ആണ് ഞങ്ങളുടെ. വി വിൽ റോം അറൗണ്ട് ഹിയർ ആൻഡ് ഗോ ബാക്ക് ടു ഹോം. ഇതെൻ്റെ 3rd ടൈമാണ് ബെൽജിയത്തിൽ വരുന്നത്. ഓരോ ടൈമും ഓരോ സിറ്റിയാണ് കാണുക. ബട്ട് അറ്റോമിയം ഞാനിതിന് മുൻപും കണ്ടിട്ടുണ്ട്. എനിക്കിതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസിനെ പറ്റിയിട്ടൊന്നും ഒരു ചുക്കും ചെയ്യുമ്പോൾ അറിയില്ലായിരുന്നു. ബട്ട് ദെൻ നൗ ChatGPT-യിലുണ്ട്, ഐ നോ എവറിത്തിങ്. അറ്റോമിയം ആക്ച്വലി ഒരു സയൻസ് എക്സ്പോന് വേണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു അയൺ ക്രിസ്റ്റൽ മാഗ്നിഫൈഡ് എക്സ്പെരിമെൻ്റൽ പീസാണ്. മെയിൻ ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2nd വേൾഡ് വാറിന് ശേഷം ആറ്റോമിക് എനർജീനെ യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാണ്ട് സയൻസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രൊഡക്റ്റീവ് ഫോമിൽ യൂസ് ചെയ്യാമെന്നുള്ള വിഷനായിരുന്നു ആറ്റോമിയം എന്നുള്ള ഒരു എപ്പിറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെ ഫ്രാൻസിന് പാരീസിന് ഈഫൽ ടവറോ അതുപോലെയാണ് ബെൽജിയത്തിന് ബ്രസൽസിന് ആറ്റോമിയം നിലനിൽക്കുന്നത്. തരാ! നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ വീണ്ടും നെതർലാൻഡ്സിലെത്തി.
സോ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഒരു സുഖം. നമുക്ക് ഒരു ദിവസം രാത്രി ബെൽജിയത്ത് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ നമുക്ക് നെതർലാൻഡ്സിലെത്താം. സോ പിറ്റേ ദിവസം രാവിലെ ഇന്ന് പപ്പി തിരിച്ചു പോകുന്ന ഡേ ആണ്. സോ മേമ ആൻഡ് പപ്പി നല്ലൊരു ഗുഡ് ടൈം ഉണ്ടാക്കുകയാണ്. വി ആർ ഹാവിങ് സം ഗുഡ് അസ് ടൈം. പഴയ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്തിട്ട് ഇന്നത്തെ നമ്മുടെ പ്ലാന് നമ്മളെ വീടിൻ്റെ അടുത്തൊരു സാൻഷേസ് സ്കാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്ലിപ്പ് ഐ ഷോ യു ദാറ്റ്. ഇത് സിഗ്നിഫിക്കൻ്റ് ഓഫ് ഡച്ച് കൾച്ചറാണ്. ഇത് പണ്ട് നെതർലാൻഡ്സിലുള്ള ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്ലോഗ്സ്, ഒരു വുഡൻ ഷൂസിൻ്റെ നിർമ്മാണം കാണിക്കുന്ന ഒരു ഫാക്ടറിയൊക്കെയാണ്. സോ ആഫ്റ്റർ ദിസ് ഞങ്ങളുടെ പ്ലാൻ വാഴ 2 കാണണം. വാഴ കണ്ടതിന് ശേഷം പപ്പി വിൽ ഗോ ബാക്ക് ടു എഡിൻബറ. സോ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ ഞാൻ ബാക്കി വീഡിയോ ക്ലിപ്സ് എടുക്കാനൊക്കെ ഉള്ളൊരു മൂഡിലല്ലായിരുന്നു. ഐ വാസ് റിയലി സാഡ്. നമുക്ക് നമ്മളെ കാണാൻ നമ്മളുടെ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ആളുകൾ വന്ന് അവർ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ ഫീലിംഗ് അല്ലേ. ആൻഡ് ഓൾസോ വാഴ 2 കണ്ടതിന് ശേഷമാണ് ഇവൻ കയറിപ്പോകുന്നത്. ഐ വാസ് റിയലി ഓവർവെൽംഡ്. അങ്ങനെ പപ്പി ഡേയ്സ് കഴിഞ്ഞു. പപ്പി വെൻ ബാക്ക് ടു എഡിൻബറ. ഹോപ്പ് ടു സീ യു സൂൺ. ബൈ പപ്പി.